Rose. അവിടെ മോനെടുക്കാം ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കൈ കണ്ടില്ല അവിടെ. ഹായ്, ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഇയ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഡെലിവറി സ്റ്റോറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറേ ആയി വീഡിയോ എടുക്കണം വിചാരിക്കുന്നു, പക്ഷേ പല കാരണങ്ങൾ കാരണം ലേറ്റ് ആയിപ്പോയി. അപ്പോൾ എന്തായാലും ഡെലിവറി സ്റ്റോറി, എൻ്റെ ഡെലിവറി എങ്ങനെയായിരുന്നു? നോർമൽ ആയിരുന്നോ, സിസേറിയൻ ആയിരുന്നോ? പറയൂ. അവൻ്റെ ലേബറും എക്സ്പീരിയൻസ്, ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങിയാലോ. ജൂൺ 5 എനിക്ക് ഡേറ്റ് തന്നത്, എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി തന്നത്. പക്ഷെ മെയ് 24 ആ ദിവസം ഒരു പുലർച്ചെ എന്താ പറയുക, എനിക്ക് നല്ല തലചുറ്റൽ വന്നു. മൊത്തം കിടന്നങ്ങോട്ട് കറങ്ങി. ഞാനിങ്ങനെ ഓടുന്നിരുന്നു. അപ്പോൾ ഒന്നിക്കിടയ്ക്ക് ഉണ്ടായിട്ടൊക്കെ ഉണ്ട്, ബട്ട് ഇത് ഡെലിവറി അടുപ്പിച്ചിട്ട് ആദ്യമായിട്ടാണ്. അപ്പം അന്ന് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉച്ചയായപ്പോൾ എന്നല്ല, അന്നത്തെ ദിവസം മൂവ്മെൻറ്റ്, കുഞ്ഞാവ അങ്ങനെ ചവിട്ടുമല്ലോ നമ്മളുടെ വയറ്റിൽ, അതിൻ്റെ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. തീരെ ഇല്ല എന്നല്ല, അതിൻ്റെ മൂവ്മെൻറ്റ് കുറഞ്ഞു. എനിക്ക് ഓൾറെഡി പ്രീവിയസ് സ്കാനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൂസ് കോഡ് എറൗണ്ട് ദ നെക്ക്, മീൻസ് കുട്ടിയുടെ കഴുത്തിൽ പൊക്കിൾ കൊടി ചുറ്റിയിട്ടുണ്ട്. അത് ലൂസായിട്ടാണ് ചുറ്റിയിട്ടുള്ളത്, ടൈറ്റ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് 1 കോഡാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് കിച്ചാട്ടൊക്കെ തന്നിട്ടുണ്ട് ഡോക്ടർ. ഇന്ന സമയത്ത് ഡെയിലി ഇത്ര ടൈമിൽ ഇത്ര കിക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ ഡെയിലി പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി നോക്കുമായിരുന്നു, ചവിട്ട് കിട്ടുന്നുണ്ടോ, ഇളകുന്നുണ്ടോ, ഇളക്കം കുറവാണോ എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പർട്ടിക്കുലർ ഡേറ്റിൽ പറഞ്ഞ പോലെ ആളുടെ ചവിട്ട് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ചില ദിവസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ തലചുറ്റൽ ഇതുകൂടി ഒരുമിച്ച് വന്നതുകൊണ്ട് എനിക്ക് എന്തോ നമുക്കൊരു ഉൾമനസ്സിൽ ഒരു ഇതുണ്ടല്ലോ. അപ്പം വൈകുന്നേരം രാത്രിയൊക്കെ ആയപ്പോൾ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നു. ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് ഡോക്ടറെ അടുത്ത് പോയാലോ. അപ്പോൾ നമ്മളൊക്കെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് പോയി കാണിച്ച് കണ്ട് നമുക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് രാത്രി ഒരു 7-8 മണി ആ ടൈമിലാണ് ഞാനും ഹസ്ബൻഡും കൂടി ഡോക്ടറെ വീട്ടിൽ കാണാൻ വേണ്ടി പോകുന്നത്. ഞാൻ പെരിന്തൽമണ്ണ അൽഷിഫയത്ത് നയൻതാര ഡോക്ടറെയാണ് കാണുന്നത് കേട്ടോ. സോ സ്വീറ്റാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. മൈ ഫേവറേറ്റ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യത്തിൽ നിന്ന് എഴുതി പോകുന്നില്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഡോക്ടറെ വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടർ നോക്കി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു വീട്ടിലേക്ക് ഇനി പോകണ്ട, അഡ്മിറ്റ് ആവാം, നമുക്ക് വീട്ടിൽ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യണം. കാരണം വീട്ടിൽ പോയാലൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓക്കെ ആയി 2 ദിവസം നോക്കിയിട്ട് ഓക്കെ ആവുകയാണെങ്കിൽ ജസ്റ്റ് ഒബ്സർവേഷനിൽ ഇടാം, ഓക്കെ ആയി വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ശനിയാഴ്ചയായിരുന്നു, വലിയ ശനിയാണ് എന്തായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓക്കെ വീട്ടിൽ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നു. നമ്മൾ അഡ്മിറ്റ് ആവുമെന്ന് പറഞ്ഞൊരിക്കലും വിചാരിക്കുന്നില്ല. അപ്പോൾ എന്തായാലും തിരിച്ചു വരാമെന്നുള്ള ഇതിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഡെലിവറി എന്നുള്ള മൈൻഡിക്ക് വരുന്നില്ല, എന്താണെന്നറിയില്ല. எனவே ഞാൻ വീട്ടിലോട്ട് വന്നു. എല്ലാം കുറച്ചൊക്കെ അപ്പം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തിട്ട് പോയി അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഞാനും അമ്മയും അച്ഛനും പിന്നെ ഏട്ടനും കൂടിയാട്ടോ പോകുന്നത്. ഞാൻ അൽഷിഫ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആവുന്നത്. അവിടെയാണ് എന്നെ കാണിക്കുന്നത്, പെരിന്തൽമണ്ണയിലുള്ള. അപ്പോൾ നമ്മൾ അവിടെ ചെന്നു റിസപ്ഷനിലാണ്ട് വെച്ചപ്പോൾ നേരെ കാഷ്വാലിറ്റിയിലോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അപ്പം അഡ്മിറ്റ് ചെയ്യാനുള്ള പ്രിസ്ക്രിപ്ഷനൊക്കെ ഓൾറെഡി ഡോക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം അതേറ്റ് ഞങ്ങൾ നേരെ കാഷ്വാലിറ്റിയിലോട്ട് പോയി. ഞാനും അമ്മച്ചനൊക്കെ വെയിറ്റ് ചെയ്യുന്ന കേട്ടോ റിസപ്ഷനിൽ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താ പറയുക, ഈ കണ്ടില്ലേ പ്രിസ്ക്രിപ്ഷനേറ്റ് കാഷ്വാലിറ്റിയിലോട്ട് പോകുന്നത്. അപ്പോഴേക്ക് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇൻ കേസ് അതാവുകയാണെങ്കിൽ. അപ്പോൾ പക്ഷേ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് പിന്നെ മൺഡേ ഉള്ളൂ എന്ന് പറഞ്ഞു. സൺഡേ ഉണ്ടാവില്ല, മൺഡേ ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്തായാലും കാഷ്വാലിറ്റിയിൽ വന്നു. അവരെൻ്റെ BP പിന്നെ ഫീൽ ഹാർട്ട് റേറ്റ് ഒക്കെ ഒന്ന് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്തു. എന്നിട്ടേ നമ്മളെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുള്ളൂ. അവിടെ അച്ഛനും അമ്മയൊക്കെ അച്ഛനും ഏട്ടനാണ് കാഷ്വാലിറ്റിക്ക് എൻ്റെ കൂടെ വന്നത് കേട്ടോ. അവർ കുന്തം മെഴുങ്ങിയ പോലെ നിൽക്കുന്നുണ്ട് എൻ്റെ ഓപ്പോസിറ്റ്. ഇപ്പോൾ കാണാം അട്ടില്ലേ കാവൽക്കാർ. എന്നിട്ട് അവിടെ നിന്ന് തന്നെ അവർ എന്നെ സ്ട്രെച്ചറിലാണ് ലേബർ റൂമിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സാധാരണയൊക്കെ നമ്മൾ ഡെലിവറി മീൻസ് റൂമിലോട്ടാണ് കൊണ്ടുപോകാന്ന് നല്ല വിചാരിക്കില്ല, ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുമെന്ന് വിചാരിക്കുന്നില്ല. ലേബർ റൂമിലോട്ട് കൊണ്ടുപോയി അപ്പോഴേക്ക് രാത്രി 10 ആ ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ലേബർ റൂമിലോട്ട് കൊണ്ടുപോയതിന് ശേഷം അവിടെ ഫോൺ അലൗഡ് അല്ല, അറിയാമല്ലോ ഫോണൊന്നും അലൗഡ് അല്ല.
ഫുൾ ഡെലിവറിക്കുള്ള ലേഡീസാണ്. അപ്പം ഞാൻ ചെന്നു, സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മളുടെ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മുടെ ഫീറ്റിൽ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള മെഷീനൊക്കെ അവിടെ ഉണ്ട്. അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് വേണം ഫോട്ടോ ചെയ്യാനിടാം. നമ്മുടെ വയറ്റിലൊരു ബെൽറ്റൊക്കെ പിടിച്ചിട്ട് നമ്മളെ കയ്യിലൊരു അതിൻ്റെ ഒരു നോബ് പിടിക്കാൻ തരും. എന്നിട്ട് നമ്മൾ അത് കുട്ടിയുടെ ചവിട്ട് കിട്ടുമ്പം നമ്മളത് പ്രസ് ചെയ്യണം. ആ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ചാർട്ടിൽ അത് കാണിക്കും. അങ്ങനെയാണ് സംഭവം. അപ്പോൾ അവർ ചെന്ന ഉടനെ തന്നെ ഈ പറഞ്ഞ സംഭവം CTG മെഷീൻ എന്നാണ് പറയുക, നമ്മളുടെ ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് നോക്കിയപ്പോൾ ഒരനക്കും ഇല്ല. 20 മിനിറ്റ്സ് ആയിട്ടാണ് അത് നോക്കുക. ആ ഇടയിൽ ഒരു അനക്കും കിട്ടുന്നില്ല ആളുടെ. അപ്പോൾ ടെൻഷൻ കൂടി, എന്താ അപ്പോൾ അത് നടക്കില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ഒരു കോഫി എന്തെങ്കിലും കുടിച്ച് നോക്കുന്നു. അങ്ങനെ ഞാൻ കോഫി കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നോക്കിയപ്പം ഒരു 1-2 ചവിട്ട് കിട്ടി. അപ്പോൾ സമാധാനമായി. പിന്നെ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇത് വന്നിട്ട് ചെക്ക് ചെയ്യും കേട്ടോ. എന്താ പറയുക, ഒരു ടൈമുണ്ട്. അതുകൊണ്ട് നമുക്ക് രാത്രി ഉറക്കൊന്നും കിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവർ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ BP, ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അന്ന് തന്നെ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ ലേബർ റൂമിൽ കിടക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഡെലിവറിക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. ചിലപ്പം സീരിയസ് ആയിട്ടുള്ള എമർജൻസി കേസുകളൊക്കെ ഉണ്ടാവും, അല്ല അബോർഷൻ അങ്ങനത്തെ. അതൊക്കെ വന്നിട്ട് ഇവരുടെ കരച്ചിലും എപ്പോഴും ലൈറ്റ് ഓൺ ആയിരിക്കും, എപ്പോഴും ബഹളമായിരിക്കും. അപ്പം ഉറങ്ങാനേ പറ്റില്ല. അപ്പം അത് പറഞ്ഞാൽ ഞാൻ ഒരു 4 മണിയായിട്ട് എനിക്ക് ഉറക്കം കിട്ടണില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു നഴ്സിനോട് ചോദിച്ചു, ഞാൻ റൂമിലോട്ട് പൊക്കോട്ടെ. അച്ഛനും അമ്മയും ഏട്ടനൊക്കെ ഓൾറെഡി റൂം എടുത്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. റൂം പൊക്കോട്ടേക്ക് അത്രയും ഉറങ്ങും. കാരണം എനിക്ക് അങ്ങനെ ഉറക്കം കിട്ടാത്ത ആളാണ്. അത്രയും എന്താ പറയുക, പെട്ടെന്ന് ശബ്ദം കേട്ടാൽ എനിക്കും കുറേ ടൈം എടുത്താലൊക്കെ ഉറക്കം കിട്ടും. ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ, എൻ്റെ കെട്ടിയാണ് എങ്ങനെയാ വെച്ചാൽ സ്വിച്ച് ഇട്ട പോലെ കിടന്നുറങ്ങും. എൻ്റെ അച്ഛനും അങ്ങനെയാണ്, നിന്ന് ഉറങ്ങാന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ടൈം എടുക്കും. അപ്പോൾ നല്ല ഉറക്കം വന്നാൽ ഉറങ്ങും, വേറെ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് റൂം പോയിക്കോട്ടേക്കൊന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള സാഹചര്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു റൂമിലേക്ക് വിടില്ല, കാരണം എന്തെങ്കിലും അവരും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ എന്തെല്ലാം അങ്ങനെ ഞാൻ എങ്ങനെയോ നേരം വെളുപ്പിച്ചു. പുലർച്ചെ ആയപ്പോട്ടും വീണ്ടും ഒരു 6 മണിയാകുമ്പോൾ, പുലർച്ചെ 6 മണിയാകുമ്പോൾ വീണ്ടും അവർ ചെക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ 1-2 മണിക്കൂറേ ഉറങ്ങിയിട്ടുണ്ടായിരിക്കും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോൺ യൂസ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് നമുക്ക് ഈ എന്താ പറയുക വരാന്ത ഉണ്ടാവില്ലേ, ഈ ലേബർ റൂമിൻ്റെ പുറത്ത്, അവിടെ അച്ഛനും അമ്മയ്ക്കും ഏട്ടനൊക്കെ വന്നിരിക്കുക. അവർ വന്നിരിക്കും രാവിലെ. അപ്പോൾ അവർ കൂടെ പോയിരിക്കും. അപ്പോൾ നമുക്ക് ഫോൺ യൂസ് ചെയ്യാം കേട്ടോ. ലേബർ റൂമിൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൂ. അപ്പോൾ എന്തായാലും ആ ദിവസം എങ്ങനെയോ ഞാൻ കളിക്കൊന്ന് ഉറങ്ങിയാൽ പകലൊക്കെ ബഹളമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർ വരുന്നത് ചിലപ്പോൾ ബ്ലീഡിങ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും, ചിലർക്ക് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ചുറ്റും ഇങ്ങനെ കാണും. ഓരോരുത്തരുടെ എൻ്റെ തൊട്ടപ്പുറത്ത് കിടന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിൻസാണ്. അതിലൊരു കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് മാക്സിമം എന്താ പറയുക, അവർ കാരണം 26-27 വീക്ക് എന്തോ ആയിട്ടുള്ളൂ. അപ്പം ഇങ്ങനത്തെ ഓരോ കേസുകളാണ് അപ്പുറത്ത് കിടക്കുന്നത്. ഇപ്പുറത്ത് തൊട്ട ബാക്കിലാണെങ്കിൽ ഇതുപോലെ അബോർഷൻ ആയിട്ട് ബ്ലീഡിങ് ആയിട്ട് വന്നപ്പം പിന്നെ രാത്രി ഇതുപോലെ ഓരോരോ കേസുകൾ വരും. അപ്പം നമ്മളിതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ആകെ ഒരു നെഗറ്റീവ് എനർജി, നമുക്ക് പേടിയാവും. പിന്നെ ഞാൻ പിന്നെ പേടിയാവുമെന്നല്ല, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഉള്ളവർക്കും പോകുമെന്നല്ലേ പറയാം. അപ്പോൾ ഞാൻ വിചാരിക്കും ഒന്ന് ഡോക്ടറോട് പോയി പറഞ്ഞിട്ട് ഡോക്ടർ ഇതിനൊന്ന് റൂമിലേക്ക് വിടുക എന്നല്ല എനിക്ക് പറയാൻ തോന്നി. എന്തായാലും ഒരു ദിവസമല്ല വിചാരിച്ച് ഞാൻ വിട്ടു. ആ ദിവസം കഴിഞ്ഞിട്ടോ എന്തൊക്കെയാ ഇപ്പോൾ പറയണം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ലൈസൻസ് ഉണ്ടാവില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതാ പ്രശ്നം. അപ്പം എന്തായാലും പിറ്റേ ദിവസമായി. അപ്പം അത് സൺഡേ ആയതുകൊണ്ട് എന്താ പറയുക, സ്കാനിങ്ങിനൊന്നും അവിടെ ഉണ്ടാവില്ല. സ്കാനിങ് പിന്നെ നല്ല എക്സ്ട്രാ എമൗണ്ട് കൂടുതലൊക്കെ സ്കാനിങ് ചെയ്യണം, അങ്ങനെ എന്തോന്ന് വന്ന് സ്കാനിങ് ഒന്നും ചെയ്തില്ല. അങ്ങനെ തിങ്കളാഴ്ച ഡോക്ടർ വന്നു. ഞായറാഴ്ച വന്നിട്ടുണ്ട് ഡോക്ടർ, കുഴപ്പമൊന്നുമില്ല, ഒബ്സർവേഷൻ ഇട്ട് നമുക്ക് നാളെ ഡിസ്ചാർജ്, നാളെ സ്കാനിങ് കൂടി എടുത്തിട്ട് തിങ്കളാഴ്ച ഡിസ്ചാർജ് ആവാമെന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച രാവിലെ ഡിസ്ചാർജ് മീൻസ് നമ്മൾ ഡിസ്ചാർജ് ആവുമല്ലോ, അമ്മയൊക്കെ പാക്ക് ചെയ്യാൻ പോയി. സ്കാനിങ് ഒക്കെ നോർമൽ ആവുന്നുള്ളതിൽ അങ്ങനെ സ്കാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത് ഒട്ടി മറ്റേ എന്താ പറയുക വീൽ ചെയറിൽ കൊണ്ടുപോയി അവിടെ കുറേ വെയിറ്റ് ചെയ്യേണ്ടൊക്കെ വന്നിട്ടോ. അങ്ങനെ സ്കാനിങ് എടുത്തപ്പോൾ തന്നെ ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങനെ നല്ല കമ്പനിയാണ് ഡോക്ടർ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കമ്പനി വെച്ച് കഴിഞ്ഞാൽ എന്നെ പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് അറിയുന്ന ഡോക്ടറൊന്നുമല്ല, ബട്ട് നന്നായി സംസാരിക്കാറുണ്ട് സ്കാനിങ് ചെയ്യുന്ന ഡോക്ടറായിട്ട്. അപ്പോൾ ആ ഡോക്ടർ ഇങ്ങനെ എന്താ പറയുക, ഈ എന്താ പൂക്കൾ കൊടി പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ആത്മഹത്യ ചെയ്യുന്ന പോലെയാണ്. കാരണം അറിയാമല്ലോ, അവർ ചിലപ്പോൾ കൈയൊക്കെ വലിച്ചിട്ടും പിന്നെ ഒക്കെ അപകടങ്ങൾ സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സംസാരിക്കുന്നു. അപ്പോഴൊന്നും ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിലോട്ടല്ല നേരെ പിന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്, നയൻതര ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ OP വന്നു. അപ്പോൾ ഡോക്ടർ എൻ്റെ PV ഒക്കെ ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല, ഡയലേഷനൊക്കെ ആവുന്നേ ഉള്ളൂ, അപ്പം നമ്മൾ ഫോഴ്സ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോഴൊക്കെ ഞാൻ ഓക്കെ ഫൈൻ, പ്രശ്നമൊന്നും ഇല്ലല്ലോ.
അങ്ങനെ സ്കാനിങ് റിപ്പോർട്ട് അപ്പോഴും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇറങ്ങാൻ നിൽക്കല്ല. അപ്പം അവിടെ നിൽക്കുമ്പോൾ ആ ഡോക്ടറെ വിളിച്ചു, സ്കാനിങ് ചെയ്ത ഡോക്ടറെ വിളിച്ചു ചോദിച്ചു എന്താണ് സംഭവം, എന്തൊക്കെയോ സംസാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറെ ഫോം വെച്ചതിന് ശേഷം നമുക്ക് ഇന്നോ നാളെയോ ചെയ്യാം. എന്ത് സംഭവം എന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നോ നാളെയോ നമുക്ക് June 5th ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പം അത് 27th ഡേറ്റ് വന്നിട്ടുള്ളത്. May 27th ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് പറ്റി എന്താണെന്ന് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കോഡ് നല്ല ടൈറ്റ് ആയിട്ടുണ്ട് കുട്ടിയുടെ കഴുത്തിൽ, അപ്പോൾ അത് വെച്ചിരിക്കേണ്ട റിസ്ക്കാണ്. ഇപ്പം ബ്ലഡ് ഫ്ലോ CP ഒക്കെ കുറഞ്ഞിട്ടുണ്ട്, കുട്ടിയിലോട്ടുള്ള കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ആകെ നമ്മളതുവരെ ഞാൻ എന്തോ നമുക്ക് പെട്ടെന്ന് ഓക്കെ വേഗം ചെയ്യാന്നുള്ളതല്ലേ നമ്മൾ നോക്കുള്ളൂ. അപ്പോൾ എന്തായാലും അപ്പോൾ ഓൾറെഡി ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞില്ല ഒക്കെ ഡിലേ ഡോക്ടേഴ്സിനെ കാണിക്കായിരുന്നു അറിയാമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ നാളെ ചെയ്യാം, ഇൻ കേസ് രാത്രി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ രാത്രി തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. വീണ്ടും റൂമിലോട്ട് പോയി. അമ്മയൊക്കെ അവിടെ പാക്ക് ചെയ്ത് നിൽക്കുക, വീട്ടിലേക്ക് തിരിച്ചു പോവല്ലേ എന്നുള്ളതിൽ. പെട്ടെന്ന് അമ്മ അതുവരെ നമ്മൾ ആരോടും ഇങ്ങനെ അഡ്മിറ്റായി നിന്നും ഏട്ടൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഏട്ടൻ്റെ വീട്ടിൽ നിന്നൊക്കെ വരും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓക്കെ ഫൈൻ. അങ്ങനെ ആ ദിവസം വീണ്ടും കടന്നുപോയി. ഈ ചെക്കപ്പും എന്താ പറയുക അതൊക്കെ കാര്യങ്ങളൊക്കെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം 28th മെയ്യിനാണ് എൻ്റെ നായകൻ്റെ വരവ്. ഡെലിവറിയുടെ അന്ന് രാവിലെ ഇതുപോലെ പറഞ്ഞ പോലെ പുലർച്ചെ 6 മണിക്ക് ശേഷം ഒന്നും കഴിക്കരുത്, അതിന് മുന്നേ ലൈറ്റായിട്ട് എന്തെങ്കിലും കട്ടൻ ചായയും ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അതിന് മുന്നേ ആ ടൈമിൽ തന്നെ അച്ഛൻ വന്നിട്ടേക്ക് 2 ബണ്ണാണ് വാങ്ങിക്കൊണ്ടത്, ചെറിയ ബണ്ണ്. ആ ബണ്ണും എവിടെ എത്തൂലത്. അതുപോലെ ഒരു കട്ടൻ ചായയും കുടിച്ചു. 2 കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ വന്നിട്ട് എന്നോട് എന്താ പറയുക എന്തൊക്കെയാണ് എന്താ ഡ്രസ്സ് ഉണ്ടല്ലോ, പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഈ പറഞ്ഞില്ലേ ഒക്കെ ലേബർ റൂമില്ല. ഞാൻ ഒരേ യൂട്യൂബിലും ഇപ്പോൾ എന്താ പറയുക ഇൻസ്റ്റയിലൊക്കെ ഓരോരുത്തർ ഡ്രസ്സ് മാറണതും അങ്ങനത്തെ ഈ ലേബർ റൂം മീൻസ് ആ ലേബറിൻ്റെ മുന്നേ ഉള്ള കുറേ മൊമെൻറ്റ്സ് ഒക്കെ എടുക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫുൾ ലേബർ റൂമിലായതുകൊണ്ട് അങ്ങനത്തെ ആ ഡ്രസ്സ് മാറുക അങ്ങനത്തെ ഒന്നും സീൻ കിട്ടിയിട്ടില്ല കേട്ടോ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും അവർ വന്ന ഡ്രസ്സൊക്കെ മുടിയൊക്കെ 2 സൈഡിൽ പിന്നീട് അതൊക്കെ ഈ കുട്ടികളാണ്, അവിടെ നഴ്സിംഗ് കുട്ടികളൊക്കെ ഉണ്ട്, അവർ ട്രെയിനിങ് ആയിട്ടുള്ള. അപ്പോൾ അവരാണ് അതൊക്കെ ചെയ്യുക. അവരുടെ എല്ലാം ഞാൻ ഫുൾ കമ്പനിയായി, ഫുൾ നഴ്സുമാരും. കാരണം എല്ലാവരും വന്നു പോയി. 24-ാം തീയതി വന്നാൽ ഞാൻ 28-ാം തീയതി വരെ അവിടെ കിടക്കില്ലേ. ഞാൻ എല്ലാവരും എല്ലാ നഴ്സുമാരുടെയും കമ്പനിയായി, അവിടെ പിള്ളേരും നല്ല കമ്പനിയായി, രസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ അവർ നമ്മളെ കയ്യിലായി. അതൊന്നും ഒടുക്കത്തെ വേദനയായിട്ട്. ഫസ്റ്റ് കുത്തിയപ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല, മരുന്ന് കേട്ടില്ലേ, വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അടുത്തിരിക്കുന്ന ലേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പെൺകുട്ടി ഉണ്ടായിരുന്നത് തൊട്ടപ്പുറത്ത്. ഇവിടെ അവൾ 4 ദിവസമായി പറഞ്ഞ പോലെ കിടക്കുന്നത്. ഞാൻ വരുന്നതിൻ്റെ തലേദിവസം അല്ല, ഞാൻ എൻ്റെ ഡെലിവറിൻ്റെ തലേദിവസം അവൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഈ പറഞ്ഞ പോലെ ഇന്ന് നോർമൽ ഡെലിവറിയാണ്. ഇന്ന് കുറേ ട്രൈ ചെയ്യും ആവൂല, നാളെ കുറേ ട്രൈ ആവൂല, അങ്ങനെയൊക്കെ അവൾക്ക് പോലെ കൈ കുത്തി അവൾ പറഞ്ഞെങ്കിൽ അവൾക്ക് വരുമ്പോഴേക്കും അവൾ അവിടെ കിടന്നിട്ട് നിലവിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം അതൊക്കെ കണ്ടിട്ട് ഓൾറെഡി ഈശ്വര ഇത് ഭയങ്കര സംഭവമാണല്ലോ. ഞാൻ ഇന്നേ വരെ ലൈഫിലിൻ്റെ ഓർമ്മയുള്ള കാലത്ത് കുത്തിയിട്ടില്ല. അപ്പം ഇത് ഫസ്റ്റ് കുത്തിയപ്പോൾ വലിയൊരു സൂചി അത് കണ്ടപ്പോൾ അതൊക്കെ ആയി. പക്ഷെ എന്നാലും കുത്തിയപ്പോൾ വലിയ വേദന സഹിക്കാൻ പറ്റാവുന്ന വേദനയേ ഉള്ളൂ. ഞാൻ പിടിച്ചൊക്കെ നിന്നു. ഞാൻ അങ്ങനെ സൂചി കുത്തിയ കറിയായില്ലെങ്കിലും അങ്ങനെ പേരിലുള്ള കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ഇങ്ങനെ സ്ട്രെച്ചറിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങിയ കാഴ്ച നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. അപ്പോൾ അപ്പോഴേക്കും ഏട്ടൻ്റെ അമ്മ എത്തിയിട്ടുണ്ടായിരുന്നു, എൻ്റെ മാമൻ എത്തിയിട്ടുണ്ടായിരുന്നു, അമ്മയും അച്ഛനും ഓൾറെഡി അവിടെ ഉണ്ട്. പിന്നെ എന്താ പറയുക എന്നെ സഹായിച്ചിരുന്ന ചേച്ചിയുണ്ട്, രാധ ചേച്ചി. എനിക്ക് ബെഡ് ഡ്രസ്സൊക്കെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അച്ഛനമ്മ ഗൾഫിലായതുകൊണ്ട് ഈ ചേച്ചിയായിരുന്നു വീട്ടിൽ എൻ്റെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഹെൽപ്പ്. ഇപ്പോൾ രാധേച്ചിക്ക് വീട്ടിൽ സമാധാനമില്ല പറഞ്ഞിട്ട് രാധേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കണ്ടു, ടാറ്റ ബൈ ബൈ പോയിട്ട് വരാം പറഞ്ഞിട്ട് ഇപ്പോൾ പറയുമ്പോൾ ഭയങ്കര രസം. അപ്പോൾ രസമില്ല.
ചെറിയ ആ റൂമിലോട്ട് കൊണ്ടുപോയി സ്ട്രെച്ചറിൽ എന്നെ കൊണ്ടുപോയി പിന്നെ അവിടുന്ന് വേറെ ആൾക്കാരെന്നെ കൈമാറി ഈ സാധനം മാറണ പോലെ അവിടുന്ന് കുറച്ച് നേഴ്സുമാരൊക്കെ വന്നിട്ട് അവിടുന്ന് വേറെ ആൾക്കാരെ അങ്ങനെ കൊണ്ടുപോയി എന്നെ അങ്ങോട്ട് കിടത്തി ഫുള്ളൊരു വെള്ള കളറിൽ ആകാശത്തൊക്കെ ഈ ഒരു എന്താ പറയുക അലൂമിനിയം ഷീറ്റ് ഇല്ല അതുപോലത്തെ സാധനം മൊത്തം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അവിടെ എത്തി. ആദ്യം ഒരു BP അപ്പുറത്തൊക്കെ ഫുൾ ആൾക്കാരായിരിക്കുമല്ലോ, നഴ്സുമാരും ഡോക്ടേഴ്സൊക്കെ ആയിട്ട് BP ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മറ്റേ നമ്മുടെ നട്ടലിലൊരു സൂചി കുത്തലുണ്ടല്ലോ, എൻ്റെ പഠിച്ചവനെ കത്തോളി എന്ന് പറയാൻ തോന്നുന്നു. എല്ലാവരും കൂടി കുഴി വയറും ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക വല്ല എംബ്രിയോനെ പോലെ നമ്മൾ കൂനിക്കൂടണമല്ലോ. അമ്മേ അതിങ്ങോട്ട് കേട്ടിയപ്പം അത് നല്ല പെയിൻഫുള്ളായിരുന്നു കേട്ടോ. ഇപ്പോഴും ഞാൻ കാര്യമൊന്നുമില്ല, പിടിച്ചു നിന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കിടങ്ങി നേരേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ബ്ലർഡ് ആയ പോലെ കാണും. അവരെന്താ ഇവിടെ ഈ ഒരു മറ ഉണ്ടാവും ഓപ്പറേഷൻ ചെയ്യുമ്പോൾ, എന്താ അങ്ങനെ. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിൽക്കുന്നത് ജസ്റ്റ് കാണാം ഡോക്ടേഴ്സിനെ, പിന്നെ നമ്മുടെ അപ്പുറത്തുള്ളവരെയും കാണാം, പക്ഷെ വയറ് കാണാൻ പറ്റില്ല. പിന്നെ മേലെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയല്ല കിടക്കാം, മേലെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ബ്ലറായിട്ട് ഇപ്പോൾ ചോരയുടെ ഒക്കെ കളറൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഓപ്പറേഷൻ തുടങ്ങി. എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, ഫുൾ ഓണാണ് അനസ്തേഷ്യ. അതിൽ പണ്ട് പലരും വന്ന് കേട്ടിട്ടുണ്ട്, പണ്ടത്തെ ഒന്നും അങ്ങനെ അറിയില്ല, ബോധം ഉണ്ടാവില്ല എന്നൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ ഏകദേശം കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, ഓൾ ഓണായിരിക്കും, നമ്മളെല്ലാം അറിയുന്നുണ്ട്, അവർ പറയുന്നതൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് കുട്ടീനെ കണ്ടു എന്ന് പറയുമല്ലോ. അപ്പം പറഞ്ഞപ്പോൾ കുട്ടിയുടെ തല നല്ല താഴോട്ട് പോയിക്കണമെന്ന് പറഞ്ഞു. കാരണം നോർമൽ ആവേണ്ടതായിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനത്തെ ഇതായതുകൊണ്ട് അവർ വന്നിട്ട് ഇതെടുക്ക് തല പോയി എന്നിട്ട് ഒരു ഡോക്ടറിൻ്റെ ഈ ഫ്രണ്ടിൻ്റെ ഇവിടെ ഈ സൈഡിൽ കയറി നിന്നിട്ട് ഇങ്ങനെ അമർത്തോട് നോക്കിട്ട് നമുക്ക് അങ്ങോട്ട് ടെൻഷനാവും. നമുക്ക് എന്താന്നുള്ളത് അവരൊക്കെ കാണിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുട്ടീനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുട്ടീൻ്റെ കരച്ചിൽ കേൾക്കുന്നില്ല. അപ്പോൾ അടുത്ത ടെൻഷൻ അപ്പോഴേക്കും കിളിപോയ അവസ്ഥയായി. അങ്ങനെ പിന്നെ എന്തോ ചെയ്തപ്പോൾ കുട്ടിക്കാരനും അങ്ങനെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ലിയ ഇറ്റ്സ് എ ബേബി ബോയ്. പക്ഷെ ആ കുറച്ച് നേരം നല്ല ടെൻഷൻ അടിച്ചിട്ടു, ഞാൻ നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചു. എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ല, കണിച്ചിരിയൊന്നുമല്ല, കുറച്ച് നേരം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി, എല്ലാത്തിനും അനുഭവം. അപ്പം എന്തായാലും ഡോക്ടർ വന്നിട്ട് ലിയ ഇറ്റ്സ് എ ബേബി ബോയ് എന്ന് പറഞ്ഞു. അപ്പം പെൺകുട്ടി ആവും എന്നുള്ള മൈൻഡിൽ എവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഞാൻ കേട്ടത് ആൺകുട്ടിയോ എന്നുള്ള ഇതിൽ. പക്ഷേ ആൺകുട്ടി എനിക്ക് ഇഷ്ടമാണെന്നല്ല കേട്ടോ, എനിക്ക് ഏതായാലും കുഴപ്പമില്ല, നമുക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷെ പറഞ്ഞ പോലെ നേഴ്സിനോട് എന്താ പറഞ്ഞത്, ആൺകുട്ടിയെന്ന് തന്നെയല്ലേ പറഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചു. അത് ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി എനിക്ക്, എന്താ അറിയില്ല. എന്നിട്ട് എൻ്റെ ഇവിടെ കൊണ്ടുപോയി കിടത്തി, ഇവിടെ അങ്ങനെ മല്ലെടുക്കല്ലേ എന്നിട്ട് അവിടെ കൊണ്ടുപോയി കിടത്തിയിട്ട് ഉമ്മ കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നിട്ട് ഉമ്മയും കൊടുത്ത് അയ്യോ അപ്പം എൻ്റെ കണ്ണിട്ട് അല്ലാത്ത ഫീലാട്ടോ. എനിക്ക് അങ്ങനത്തെ ഫീൽ ഇതുണ്ടാവുക വിചാരിച്ചിട്ടില്ലെന്നല്ല, ഞാൻ പുറമേക്ക് ഹാർഡുള്ളൂ, ഉള്ളിൽ വാവാ അങ്ങനെ പറയാൻ ഇപ്പോൾ. അപ്പോൾ എന്തായാലും അത് വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ ഇവരുണ്ട് ഒബ്സർവേഷൻ കൊണ്ടപ്പോൾ എന്നോട് പറഞ്ഞു എന്നെ ICUക്ക് മാറ്റും. അപ്പം 8 hours ഒബ്സർവേഷനിലൂടെ അത് കഴിഞ്ഞിട്ട് അവിടേക്ക് കുട്ടീനെ ഫീഡിങ്ങിന് കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് എന്നെ എവിടേക്ക് കൊണ്ടുപോയി, ICUക്ക് കൊണ്ടുപോയി. ഞാനും പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞേ കേട്ടോ. ഓക്കെ താങ്ക്സ്. അവിടെ മോനെടുക്കാം. ICUലോട്ട് കൊണ്ടുപോയി അവിടെ പോയി കിടന്നപ്പോഴേക്കും ഈ അനസ്തേഷ്യൻ്റെ പണി കഴിയാനായിരിക്കണം. അപ്പോഴേക്കൊക്കെ നമുക്കിങ്ങനെ തരിപ്പൊക്കെ പോയി ചെറിയ വേദന തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞപ്പോൾ നല്ല തണുപ്പ്. ആദ്യം നല്ല തണുപ്പുണ്ടല്ലോ, പക്ഷേ തണുപ്പൊന്നുമില്ല എന്നർക്ക് വലിയ ഡയലോഗ് അടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ തണുത്തിട്ടിൻ്റെ അമ്മേ, എനിക്കാണെങ്കിൽ ചൂട് തീരെ ഇഷ്ടമല്ല. അപ്പോൾ തണുപ്പ് ഞാൻ മാക്സിമം ഞാൻ സഹിക്കും, എന്നിട്ടേ ഞാൻ തണുക്കുന്നുണ്ടെന്ന് പറയുള്ളൂ. അപ്പോൾ കുറച്ച് തന്നെ എനിക്ക് സഹിക്കാമല്ലോ. അപ്പോൾ ഞാൻ അവിടുത്തെ പയ്യനെ വിളിച്ചു
എനിക്ക് നടക്കുന്നേന്ന് പറഞ്ഞു. അപ്പോൾ അവർ വന്നിട്ട് വാമായിട്ടുള്ള ഒരു ഇലക്ട്രിക്കലി ആക്കുന്ന ബ്ലാങ്കറ്റ് കൊണ്ടുവിടുമോ, സ്വിച്ചിട്ട് കഴിഞ്ഞാൽ ചൂടാവും മേലൊക്കെ നല്ല സുഖം കൊണ്ടുവരുന്നു. കുറച്ച് നേരം എനിക്ക് ചൂടെടുക്കാൻ തുടങ്ങി. പിന്നെ അവരെ മാറ്റം ചെയ്തു കേട്ടോ, വേറെ കാര്യം. അവരുടെ കൊണ്ടുപോയി കൊടുത്തിട്ട് കുട്ടീനെ കൊണ്ടുവരില്ല. അപ്പോൾ ഞാനിങ്ങനെ വരുന്ന നഴ്സുമാരോടൊക്കെ ചോദിക്കുന്നുണ്ട്, എൻ്റെ കുട്ടിയോടെ ചോദിക്കുന്നുണ്ട്. അവർ അപ്പോൾ വരും എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഡോക്ടർ വന്നപ്പോഴാണ് പറഞ്ഞത് NIC ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ പാല് ഈ ഫോർമുല കൊടുക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്നതാണ്. കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഒബ്സർവേഷനിൽ ഇട്ടതാണ്, കരഞ്ഞില്ലല്ലോ പെട്ടെന്ന്. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറയാം. അങ്ങനെ ഇവിടെ കുറേ നേരം കിടന്നു, സമയം പോകാൻ പെട്ടപ്പാട്. ഫോണും ഇല്ല, നമ്മൾ ഈ ഫോണിൽ കുത്തി. പിന്നെ ഈ പറഞ്ഞ പോലെ ICU അല്ലേ, എല്ലാ തരം ആൾക്കാരും. ഇവിടെ ബാൻഡേജ്, അവിടെ ബാൻഡേജ്, ഇല്ലെങ്കിൽ വേറെ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇപ്പോൾ സംസാരിക്കാൻ പറ്റിയ മൂട്ടിലല്ല. അപ്പോൾ നമുക്ക് ആകെ തോട്ട്സ് ഇങ്ങനെ വരുന്നുണ്ടാവും ടൈമിൽ. എന്തൊക്കെയോ ഒരുമാതിരി ഒരു മൈൻഡ് സെറ്റ് ഒരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കിടന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ 8 മണിക്കൂർ രാത്രിയായി അപ്പോഴേക്കും. അത്രയാണ് അവർ വന്നിട്ട് ക്ലീൻ ചെയ്യാൻ വരും. അതൊരു 1.5 വരവാണ് ക്ലീൻ ചെയ്യൽ. ഈ ബ്ലഡൊക്കെ അവർ ഒക്കെ പോകുമ്പോൾ നല്ല, അപ്പോഴേക്കും എനിക്ക് പെയിൻ നല്ല തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ശരിക്കും വേദന സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എനിക്ക് ആലോചിച്ചുകൂടാ, ഈ സിസേറിയൻ ഭയങ്കര സുഖമാണെന്നൊക്കെ ചിലർ പറഞ്ഞാൽ എനിക്കൊന്നും കൊടുക്കാൻ തോന്നുന്നു. ചില ആൾക്കാർക്ക് ഉണ്ടോ, കീറി മുറിച്ചതല്ലേ, സുഖമല്ലേ, ഒന്നും അറിയേണ്ടി വന്നില്ലല്ലോ എന്നൊക്കെ. തേങ്ങയാണ്, ഇങ്ങനെ പറയാൻ പാടില്ല, അറിയാതെ പറഞ്ഞു പോവുകയാണ്. നല്ല വേദന ഉണ്ടായിരുന്നു എനിക്ക്. ഫസ്റ്റ് ബാത്റൂം പോക്ക് എനിക്ക് ആലോചിക്കാൻ വയ്യ. പിന്നെ അവർ വന്ന് ക്ലീനിങ് നല്ല പെയിൻഫുള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെയാവും. എന്നിട്ടാണ് കുഞ്ഞാവനെ കൊടുത്തിട്ട് ഫീഡിങ് ഫസ്റ്റ് ഫീഡിങ്. എന്താ പറയുക, ഇങ്ങനെ കാണാൻ കൊതിയാവൂലേ. ഈ ICUക്ക് കൊണ്ടുവരുന്ന വഴിക്ക് ഇവരൊക്കെ കാണുന്നു, പക്ഷെ ഏട്ടനെ കാണുന്നില്ല. അപ്പോൾ ഏട്ടനെ ചോദിക്കുന്നുണ്ട്, ഏട്ടനെ ഇവിടേക്ക് ICUക്ക് വീടുമോ, എനിക്ക് കാണണം എന്ന് പറയണൊക്കെ. ഏട്ടൻ വന്ന് കാണണമൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അത് വീഡിയോയിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ആളവിടെ കൊണ്ടുപോയി നഴ്സുമാർക്ക് കുടിക്കുക. എനിക്കാൻ പറ്റില്ലല്ലോ, ഇത് കഴിഞ്ഞ് കിടക്കുകയല്ലേ. അങ്ങനെ ഫീഡൊക്കെ എങ്ങനെയൊക്കെയോ ചെയ്യിപ്പിച്ചു. എനിക്കത് ഇടയ്ക്കിടയ്ക്കൊന്ന് എണീച്ചിങ്ങനെ എടുത്ത് ഇങ്ങനെയൊക്കെ ആക്കണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറ്റില്ലല്ലോ. അപ്പോഴെങ്കിൽ നോർമൽ ഡെലിവറിക്കാരോടൊക്കെ അസൂയ തോന്നിയത്. കാരണം ഞാൻ ആ ലേബർ റൂമിൽ കിടക്കുമ്പോൾ പ്രസവിച്ച് വന്ന കുട്ടീനെ എടുത്ത് നടക്കുന്നതൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സിസേറിയൻ ആയതുകൊണ്ട് എനിക്ക് അനങ്ങാനും തിരിയാനും മാറാനും ഒന്നും വയ്യ. അപ്പോൾ അങ്ങനെ ഡോക്ടറിനോട് വന്നിട്ട് പറഞ്ഞു തിരിയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് ട്രൈ ചെയ്യണം, എന്നാലേ നാളേക്കൊക്കെ ആകുമ്പോൾ ഇതാവുള്ളൂ. ഞാൻ നല്ല രീതിയിൽ തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പാലെടുക്കാനൊക്കെ തിരിഞ്ഞിട്ട് തന്നെ വേദന നല്ല സഹിച്ചിട്ട് ഞാൻ ആലോചിച്ചെടുപ്പം ഇപ്പം അത് സഹിക്കുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു അമ്മ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ശരിക്കും ഒന്ന് പറഞ്ഞൂടാ. ആലോചിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ രോഗം പോകും, അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ മോൻ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ റൂമിലോട്ട് കൊണ്ടുപോയി. അപ്പോഴൊക്കെ ആ ഡ്രസ്സ് തന്നെ കേട്ടോ, അവരിട്ടുന്ന ഡ്രസ്സാണ്. ജസ്റ്റ് നമ്മളുടെ ഹോസ്പിറ്റൽ ഡ്രസ്സ് ഉണ്ടാവില്ലേ, ആ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. പണ്ടത്തെ പോലെ എന്നല്ല, നമ്മൾ വേറെ ഡ്രസ്സൊന്നും കൊടുക്കേണ്ടുന്ന ആവശ്യമില്ല. ഒക്കെ അവർ തന്നെ ചെയ്യും, ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. റൂമിലോട്ട് ഒന്നും ചോദിക്കുന്നില്ല അവർ, അത് പറയണല്ലോ. അതായത് റൂമിലോട്ട് കൊണ്ടുവന്ന് കിടന്നു. അതും കൊണ്ടുവന്ന് ഈ സ്ട്രെച്ചറിന് നമ്മൾ ബെഡിക്ക് മാറ്റുക, അങ്ങോട്ട് മാറ്റുക, അതൊക്കെ നല്ല മെനക്കെട്ട പരിപാടിയാണ്. നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് നമ്മളൊക്കെ പെയിനായിരിക്കും. പിന്നെന്താ, പിന്നെ കുഞ്ഞാനെ കൊണ്ടുവന്നു, കുഞ്ഞാൻ്റെ അടുത്ത് കിടത്തി. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രസവിച്ച് അല്ലെങ്കിൽ നമുക്ക് കെട്ടി എടുക്കാനൊക്കെ തോന്നുമല്ലോ, അത് നടക്കില്ല. പിന്നെ പിറ്റേ ദിവസമൊക്കെയാണ് ഞാൻ എണീക്കണതൊക്കെ. പിറ്റേ ദിവസമാണ് എനിക്ക് ഓർമ്മയില്ല, കുറച്ച് ദിവസമായല്ലോ. എണീച്ചും ഒക്കെ സോഫയിലൊക്കെ പോയിരുന്നു പാലെടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് 2-3 ഡേയ്സ് നമുക്ക് പാല് കുറവായിരിക്കുമല്ലോ. ആ പാലിൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോറി ഞാൻ വേറെ തന്നെ ഇടാം, അതിപ്പോൾ പറയാൻ തികയൂല. പിന്നെ ഈ പറഞ്ഞ പോലെ ബാത്റൂമിലേക്ക് പോകുന്ന സീനുണ്ടല്ലോ, ഫസ്റ്റ് ദിവസമൊക്കെ നമ്മളുടെ ഈ കത്തിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമുക്കൊന്നും അറിയണ്ട. പിന്നെ ടോയ്ലറ്റിൽ പോകാൻ ഉണ്ടാവില്ല ആ സമയത്ത്, നമുക്ക് ഇതൊക്കെ കഴിഞ്ഞല്ലേ. പക്ഷെ കത്തിയിട്ടുണ്ട് യൂറിൻ അങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് ബാത്റൂം പോകേണ്ട ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും. പിന്നെ എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആദ്യമായിട്ട് ബാത്റൂമിലേക്ക് പോകുന്നത് ആ ബെഡിൽ നിന്ന് കൂടെ എണീച്ച് ബാത്റൂമിൽ പോയി ഇരിക്കുന്ന സീന് അച്ഛനും എൻ്റെ ഏട്ടനുമാണ് വലത്തും ഇടത്തും നിന്നിട്ട് എന്നെ സഹായിച്ചത്. എനിക്ക് സീരിയസ്ലി അവരോട് നന്ദി പറഞ്ഞാൽ തീരില്ല. കാരണം അത്രയും
വേദന എന്നെ പൊക്കിയിട്ടുണ്ടാവും. ഈ വെയിറ്റ് പൊക്കണം എന്ന് ആലോചിച്ച് നോക്കും. ബാത്റൂമിൽ കൊണ്ടുപോയിരുത്തിയതും എന്നെ ഫസ്റ്റ് എന്താ പറയുക കുളിക്കാൻ ഹെൽപ്പ് ചെയ്തതൊക്കെ എൻ്റെ കെട്ടിയവനാണ്. എനിക്ക് അമ്മയൊക്കെ കയറുമ്പോഴേക്ക് മടിയായിരുന്നു. പക്ഷെ ഏട്ടനാകുമ്പോൾ കംഫർട്ടായിരുന്നു. ഏട്ടനെ ഇതൊക്കെ ചെയ്തെന്നൊക്കെ. ആ കൊണ്ടോണം വേസ്റ്റിന്റെ ഒപ്പമുള്ളവർ വരാം കേട്ടോ. ചുവന്ന ഷർട്ട് ഇട്ടാളുണ്ട്. നിങ്ങളാണ് തരുന്നത് ബേബിനെ കാണാൻ കേട്ടോ. ഈ സാധാരണ ലേബർ റൂമിൻ്റെ പുറത്തേക്ക് കുട്ടീനെ കൊടുന്ന് കാണിച്ചിട്ടില്ലോ, അങ്ങനെയൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ഉള്ളിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ ഉള്ളിൽ ചെന്നിട്ടാണ് ജെൻഡർ ഏതാണെന്ന് പോലും മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു ക്ലിപ്പാണ് കേട്ടോ ഇത്. അങ്ങനെ എത്താൻ ഞങ്ങൾ രണ്ടുപേരെയും റൂമിലോട്ട് കൊണ്ടുവന്നിരിക്കുക കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ഒരുമിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഞങ്ങൾ പുലർച്ചെ ഫാസ്റ്റിംഗ് ആയിരുന്നല്ലോ. അപ്പോൾ രാവിലെ ഒരു 5:30-ക്കൊക്കെയാണ് ഞാൻ 2 ബണ്ണും ഇതും കട്ടൻ ചായയും കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുൾ ഫാസ്റ്റിംഗ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ രാത്രി ഇതാ ഒരു 7 മണി ആകുമ്പോഴാണ് അവർ നമുക്ക് ഒബ്സർവേഷനിൽ ഇടുമ്പോഴാണ് ഇത്തിരി കഞ്ഞിവെള്ളം തന്നിട്ടാണ് അത് ബ്രേക്ക് ചെയ്യുന്നത്. എന്നിട്ട് അവർ കുറച്ച് നേരം കൂടി ഒബ്സർവേഷനിൽ ഇടും. കാരണം ഛർദിയൊന്നും ഇല്ലല്ലോ, ഓക്കെ അല്ലേ നോക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ വീഡിയോസൊക്കെ ഞാനിങ്ങനെ കിടക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. ചുറ്റും ഇങ്ങനെ കാണുന്ന കാഴ്ചകളൊക്കെ. വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെ കിടക്കല്ലേ. അപ്പം എന്താ പറയുക, ഹോസ്പിറ്റലിൽ ഞങ്ങൾ 25-ാം തീയതി വന്നിട്ട് 31st ഡിസ്ചാർജ്. അപ്പോൾ 28-ാം തീയതി ആയിരുന്നു എൻ്റെ ഡെലിവറി. അത് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഡിസ്ചാർജ് ആവുന്നത്. അപ്പോൾ എന്തായാലും ഈ റൂം നമുക്ക് കണ്ടുനോക്കാം. അപ്പോൾ ഡോർമൽ തന്നെ അവർ എൻ്റെ പേരും സ്ഥലവും ഏതാ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ എഴുതിയാന്നൊക്കെ ഉള്ളത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. റൂമും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. അവിടെ എന്താ പറയുക, നമ്മൾ എല്ലാ ക്ലീനിങ് ആണെങ്കിലും ഇപ്പം നേഴ്സ് കാര്യങ്ങൾ എല്ലാം അവരൊക്കെ എപ്പോഴും വന്ന് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും നമ്മൾ ഓക്കെ ഇല്ല. ഇപ്പം ഫോൺ സർവീസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തിനും അവരെ വിളിക്കുക, എത്ര പ്രാവശ്യം വിളിച്ചാലും അവർ വന്ന് നമുക്ക് എൻ്റെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. നല്ല നമുക്ക് സാറ്റിസ്ഫൈഡ് ആയി. പക്ഷേ ഫുഡ് മാത്രം എനിക്ക് അത്ര ഇഷ്ടമായില്ല, അത് ഞങ്ങൾ പറയും ചെയ്തു കേട്ടോ. അത് വേറെ കാര്യം, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഹലോ സത്യം എന്താ കരയുന്നു? പാപ്പ് കുടിച്ചിട്ടും കരയണോ? ഇതാണ്ടാ കുഞ്ഞിനെയൊക്കെ നോക്കി ഓക്കെ അല്ലേ? ഇല്ലടാ കണ്ണ ഓ ഓക്കെ അല്ലേ? കഞ്ഞി പറഞ്ഞല്ലോ.
അങ്ങനെ ഞങ്ങളിതാ ഡിസ്ചാർജ് ആവാൻ പോവുകയാണ്. മെയ് 31 ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവണത്. 25 വന്നിട്ട് അപ്പോൾ എല്ലാം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ ഇനി കുറച്ച് ബില്ലിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. അതിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അച്ഛനും ഏട്ടനും ഒക്കെ. അപ്പോൾ ഞാൻ ആ ടൈമിൽ എൻ്റെ കുഞ്ഞിനേറ്റ് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഒക്കെ കിടക്കുന്ന ഓലം കണ്ടില്ലേ നേരത്തെ മുന്നത്തെ വീഡിയോസിലൊക്കെ. അപ്പോൾ പോകാനുള്ളതായതുകൊണ്ട് റെഡി ആയപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോഴേക്കും വീൽ ചെയർ ആയിട്ട് നമ്മുടെ ഒരു സ്റ്റാഫ് വന്നു അൽഷിഫത്ത്. അപ്പോൾ ഞാനത് ഇരിക്കണേ കണ്ടില്ലേ, ബാഗൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയാണ് ഓൾറെഡി കുറേ സാധനങ്ങൾ കൊണ്ടുവച്ചു, ഏട്ടനും അച്ഛനും. ഏട്ടൻ പിന്നെ കാർ എടുക്കാൻ വേണ്ടി പോയിരിക്കുക കേട്ടോ. നല്ലൊരു ഏട്ടനായിരുന്നു കേട്ടോ അത്. എൻ്റെ വീൽ ചെയറിട്ട് വന്നത്. അപ്പോൾ മൂപ്പരും കൂടെ വന്ന് പോസ് ചെയ്യാനൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ വന്ന് മൂപ്പര് പോസൊക്കെ ചെയ്തതാണ്. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ലിഫ്റ്റിലൊക്കെ കയറിയിട്ട് താഴോട്ട് പോണൊരു വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ അവിടെ വർത്തമാനം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഫുൾ കലപ്പിലായതുകൊണ്ട് ഞാനത് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ താഴെ എത്തി. ഇത് കാഷ്വാലിറ്റി അല്ല, കാഷ്വാലിറ്റീൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ കാർ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ അപ്പം ഞാൻ പറയേണ്ടിയൊന്നും വന്നില്ല, ഏട്ടൻ തന്നെ വീഡിയോ എടുക്കും. സാധാരണ എപ്പോഴും ഞാൻ പറഞ്ഞാൽ ഏട്ടൻ വീഡിയോ എടുക്കാറുള്ളൂ. അന്ന് ഏട്ടൻ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ വരുന്നത്. അപ്പം ആ ഒരു വീട്ടിലോട്ട് പോകുന്ന രംഗമാണ്. അങ്ങനെ അച്ഛനും അമ്മയും ഞാനും ഏട്ടനും കുഞ്ഞാവയും കൂട്ടി എൻ്റെ വീട്ടിലോട്ട് കുറേ കാലത്തിന് ശേഷം പോവുകയാണ്. അച്ഛനമ്മ ഗൾഫിലായതുകൊണ്ടൊക്കെ തന്നെ ഞാൻ കുറേ അതിൻ്റെ വീട്ടിലോട്ട് പോയിട്ട്. പിന്നെ പ്രഗ്നൻസി ആ ടൈമിൽ തീരെ പോയിട്ടില്ല, എവിടെയും പോയിട്ടില്ല. അപ്പോൾ എന്തായാലും എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അതോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിക്കും. നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ആയിരുന്നോ അതോ എങ്ങനെയാണെന്നുള്ളതൊക്കെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ പ്ലീസ്. അതുപോലെ ഷെയർ ചെയ്തോളൂ. ആർക്കെങ്കിലൊക്കെ ഇത് കാണണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്താൽ കുഴപ്പമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ കുറച്ച് സമയം ഞാൻ അമ്മേൻ്റെ അടുത്ത് കുഞ്ഞിനെ കൊടുത്തിട്ട് അമ്മ കുറച്ച് നേരം എനിക്ക് തരൂ പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്. ഊരവേദനിക്കുന്നുണ്ട് ഇങ്ങനെ ഇരുന്നിട്ട്. അപ്പോൾ എന്തായാലും ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ശരി, ബൈ.